ഹലോ. മമ്മൂട്ടിയെ പോലെ ഒരുപക്ഷെ അതിനേക്കാളേറെ യാതൊരു ഇമേജും നോക്കാതെ അഭിനയത്തെ സ്നേഹിച്ച ഒരാളാണ് സത്യൻ. ഓരോ സത്യൻ സിനിമകൾ കാണുമ്പോഴും നമ്മൾ അതിശയിക്കുകയാണ്. 55 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരാൾ. ഇന്ന് ഞാൻ സത്യൻ്റെ കുട്ടിയെഴുത്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ PN മേനോൻ സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ ചിത്രമാണ് കുട്ടിയെഴുത്തി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ്. സത്യൻ്റെ അസുഖം ഏറ്റവും ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അഭിനയിച്ച മറ്റൊരു സിനിമ കൂടിയാണിത്. സിനിമ പൂർണ്ണമാക്കാൻ രോഗം മറന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു എന്ന് വായിച്ചിട്ടുണ്ട്. സത്യന് ഇതിലൊരു പ്രധാനപ്പെട്ട റോളാണെങ്കിലും അദ്ദേഹത്തിന് ഈ സിനിമയിൽ സ്ക്രീൻ സ്പേസ് കുറവാണ്. രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയിലായതുകൊണ്ടാണോ എന്തോ. സിനിമയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ റിയലിസ്റ്റിക് ശൈലി കൊണ്ടും പ്രമേയത്തിൻ്റെ വ്യത്യസ്തത കൊണ്ടും വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ചിത്രമാണിത്. സൗന്ദര്യമുള്ള അനുജത്തിക്ക് മുന്നിൽ അവഗണനകളും വിവേചനങ്ങളും നേരിടേണ്ടി വരുന്ന മാളു എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് ചിത്രത്തിൽ വരച്ചു കാട്ടുന്നത്. മാളു കറുത്ത നിറവുള്ളവളും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വലിയ അടക്കവും ഒതുക്കവും ഒന്നും കാണിക്കാതെ തുള്ളിത്തെറിച്ച് നടക്കുന്നവളുമാണ്. കുട്ടിയെടുത്തി എന്നാണ് എല്ലാവരും അവളെ കളിയാക്കി വിളിക്കുന്നത്. അവൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങളും അവളുടെ ദാരുണമായ ജീവിത സാഹചര്യങ്ങളുമാണ് നാം ഈ സിനിമയിൽ കാണുന്നത്. കറുത്ത പെണ്ണിന് ഈ ഒരു കാലഘട്ടത്തിലും സിനിമയിലായാലും വിവാഹ കമ്പോളത്തിലായാലും ഡിമാൻഡ് കുറവാണല്ലോ. കുട്ടിയെടുത്തി മലയാള സിനിമയിലെ ധീരമായ ഒരു ശ്രമമായിരുന്നു. വാണിജ്യപരമായി നേട്ടമുണ്ടാകുമോ എന്ന് സംശയമായിരുന്നിട്ട് കൂടി MTയുടെ ഈ നോവൽ സിനിമയാക്കാൻ PN മേനോൻ ആഗ്രഹിച്ചു. നാടകരംഗത്ത് സജീവമായിരുന്ന വിലാസിനെയാണ് ഇതിൽ മാളുവിനെ അവതരിപ്പിച്ചത്. അവർ വളരെ മികച്ച രീതിയിൽ തന്നെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതിനുശേഷമാണ് അവർ കുട്ടിയെടുത്തി വിലാസിനി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. മലയാളത്തിൽ എണ്ണം പറഞ്ഞ നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ജയഭാരതി ഈ സിനിമയിൽ കുട്ടിയെടുത്തിയുടെ അനുജത്തിയായ ജാനുവിനെ അവതരിപ്പിക്കുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ കുട്ടിയെടുത്തിയെ കളിയാക്കുന്ന വേദനിപ്പിക്കുന്ന സുന്ദരിക്കോതയായ അനിയത്തി. ജയഭാരതിയെപ്പോലെ ഒരു താരറാണിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അനാകർഷമായ ഒരു കഥാപാത്രം. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി വില്ലത്തരമുള്ള ഒരു ഉപനായിക. ഇതിൽ ജയഭാരതിയുടെ ജോഡിയായിട്ട് വരുന്നത് താരതമ്യേന വലിയ സ്റ്റാർ വാല്യൂമൊന്നും ഇല്ലാത്ത നടൻ ജേസിയാണ്. ഇതിൽ കുട്ടിയെടുത്തിയുടെ നായകനായിട്ടാണ് സത്യൻ അഭിനയിക്കുന്നത്. കുട്ടിയെടുത്തിയെ ഇഷ്ടപ്പെടുന്ന അപ്പുണ്ണി എന്ന കീഴ്ജാതിക്കാരനായ തൊഴിലാളിയായി യാതൊരു ഇമേജും നോക്കാതെ ഒരു കറകളഞ്ഞ നടനായി മാത്രം നിലകൊള്ളുന്ന സത്യൻ ശൈലി. സംവിധായകനായ PN മേനോൻ ആ ദിവസങ്ങളെക്കുറിച്ച് തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. സത്യന് ദിവസവും രക്തം വേണം. വൈകുന്നേരങ്ങളിൽ ലോഡ്ജിൽ ഒരു ഡോക്ടറെ ഏർപ്പാടാക്കി. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ രക്തം നൽകും. ഒരു വലിയ നടൻ ഒരാട്ടിൻകുട്ടിയെപ്പോലെ ബെഡിൽ തളർന്നു കിടക്കുന്നു. ആലോചിക്കുമ്പോൾ പോലും മനസ്സ് വിങ്ങുന്നു. ഇതിൻ്റെ സഹനിർമ്മാതാവ് കൂടിയാണ് PN മേനോൻ. വാണിജ്യപരമായി നേട്ടമൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സിനിമ, എന്നിട്ട് പോലും കലയ്ക്ക് വേണ്ടി സിനിമ എന്ന മാധ്യമത്തോടുള്ള അവരുടെയൊക്കെ ഒരു ആസക്തി, എത്രമാത്രം ആത്മാർത്ഥതയും പ്രതിഭയും മനസ്സിൽ കൊണ്ടുകടന്നവരായിരുന്നു ഇവരൊക്കെ. ഓളവും തീരം എന്ന ചിത്രത്തിന് ശേഷം MTയും PN മേനോനും ഒരുമിച്ച സിനിമയായിരുന്നു കുട്ടിയെടുത്തി. 1970 5 സംസ്ഥാന അവാർഡുകളാണ് ഓളവും തീരവും നേടിയത്. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ PN മേനോൻ, സഹനടി ഫിലോമിന, ഛായാഗ്രഹണം മംഗളരവിവർമ്മ, സംഭാഷണം MT, അങ്ങനെ പ്രധാന അവാർഡുകൾ ആ ചിത്രം നേടി. പക്ഷേ കുട്ടിയെടുത്തി MT പറഞ്ഞതുപോലെ തന്നെ സിനിമ റിലീസ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥ. കറുത്ത നായിക പേടിയിൽ വിതരണക്കാർ എത്തിയില്ല. ഒടുവിൽ സത്യൻ തന്നെ ഇടപെട്ടാണ് ചിത്രം തിയേറ്ററിൽ എത്തിച്ചത്. ഓളവും തീരവും ഉണ്ടാക്കിയ തിളക്കം അവാർഡ് വേദിയിലും കുട്ടിയെടുത്തിക്ക് ലഭിച്ചില്ല. കുട്ടിയെടുത്തിയെ ഹൃദയസ്പൃക്കായി അവതരിപ്പിച്ച വിലാസിനെയും ജൂറിയുടെ പരിഗണനയിൽ വന്നില്ല. ദേശീയ പുരസ്കാര സമിതിയും കുട്ടിയെടുത്തിയെ തഴഞ്ഞു. എന്നാൽ ഡൽഹി മലയാള ചലച്ചിത്രമേളയിൽ കുട്ടിയെടുത്തി സ്വർണ്ണ മെഡൽ നേടി. സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ഇതിലെ അപ്പുണ്ണി. ഉള്ളിൽ സ്നേഹവും പ്രണയവും കൊണ്ടു നടക്കുന്ന കീഴ്ജാതിക്കാരനായ തൊഴിലാളി. തന്നെ കാണാൻ തൻ്റെ കുടിലിലേക്ക് വന്ന കുട്ടിയെടുത്തിയോട് അപ്പുണ്ണി പറയുന്നുണ്ട്, ലോകത്ത് പുരുഷനും സ്ത്രീയും എന്ന 2 ജാതികൾ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം വെറുതെയാണ്. പക്ഷേ സമൂഹത്തിന് ആ കാഴ്ചപ്പാടല്ലല്ലോ ഇന്നും, അല്ലേ? നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.